ഹായ് ഗൈസ്, പറ. റിസ്ക് ആണ് ഗൈസ്. അപ്പൊ ഇന്ന് എനിക്കൊരു വിവോ V40 ലോഞ്ച് ഉണ്ട്. അപ്പൊ അതിന്റെ ഗസ്റ്റ് ആയിട്ട് പോവാണ്. ഷൂട്ടിന്റെ ഇടയിൽ നിന്നാണ് നമ്മൾ വരുന്നത്. സിന്ദൂരൊക്കെ പോയി എന്ന് തോന്നുന്നുണ്ട്. ഹറിബറി ആയിട്ടുള്ളതാണ്. തിരിച്ച് നമുക്ക് 5 മണിക്കാണ് ഈവന്റ് ഉണ്ടാകുന്നത്. ഇപ്പൊ ടൈം ഓൾറെഡി 5 മണി കഴിഞ്ഞു. 7 മണിക്ക് തിരിച്ചെത്തണം. അപ്പൊ ഇതാണ് നമ്മളെവിടെ എത്തുന്ന പറക്കും ലത. അതെ, ഭയങ്കര ടൈറ്റ് സ്കെഡ്യൂൾ, ടൈറ്റ് ടൈമിംഗ് ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അറിയില്ല എന്താവുന്നു. പിന്നെ നമ്മുടെ ഈ കോസ്റ്റ്യൂം കണ്ടോ, കോസ്റ്റ്യൂം നമുക്ക് തന്നിരിക്കുന്നത് അസ്ത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൂട്ടിക്ക് കണ്ടോ. അടിപൊളി കോസ്റ്റ്യൂമാണ്, പെട്ടെന്ന് സെറ്റ് ആക്കിയിട്ടുള്ളതാണ്. പിന്നെ ഇപ്പൊ അവിടെ പോയിട്ട് തിരിച്ച് എത്തും വേണം 7 മണിക്കുള്ളിൽ. ഡയറക്ടറിന്റെ റിസ്കിലാണ് നമ്മളെ വിടുന്നത്. അതേപോലെ പ്രൊഡക്ഷൻ കൺട്രോളറിന്റെ കട്ട പണി കിട്ടി. ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ബ്ലോക്ക് മാറി. താങ്ക് യുടാ. ദൈവമേ, കണ്ടോ ബ്ലോക്ക്, നല്ല കട്ട ബ്ലോക്ക്. ഇനിയിപ്പോ നമ്മൾ അവിടെ കൊണ്ട് വണ്ടി നിർത്തുമ്പോ അതിൽ കൊണ്ട് ബ്ലോക്ക് ആവും. അപ്പൊ നമ്മള് പ്രോഗ്രാം നടക്കണം. വിവോന്റെ ഷോറൂമിലെത്തി, അട്ടക്കുളങ്ങര വിവോ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ആ വിമൻസ് പ്രിസൺ അതിന്റെ അവിടെ കറക്ഷൻ ഹോമിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഷോറൂം വരുന്നത്. ബാക്കി ഇനി ഫോണല്ല ഞാൻ ഇവന്റെ കൈ കൊടുക്കും. ഇവനാണ് ഇനി എടുക്കുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവനെ നിങ്ങൾ പറയണം. എടുത്ത് വരുന്നതും പോരാന്നൊക്കെ എന്തൊക്കെയോ MC എന്തൊക്കെയോ ചോദിച്ചിട്ട് കഷ്ടപ്പെടുത്തുന്നു. സുൽഫത്തുണ്ട്, അവിടെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ട് സുന്ദരിയുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ജോയിൻ ചെയ്യാം. ഞങ്ങളുടെ പാട്ട് ഇപ്പൊ പ്ലേ ചെയ്തിട്ട് റെഡി അല്ലേ? നമ്മൾ എല്ലാവരും കൂടെ കളിക്കല്ലേ? മാമിന്റെ കമ്പനി കൊടുത്താലും വരൂ, രണ്ടുപേരും വരൂ. പാട്ടൊന്ന് പ്ലേ ചെയ്തേക്കട്ടെ. സീരിയസ്ലി എനിക്ക് വയ്യ കേട്ടോ ഡാൻസ് ഒന്നും കളിക്കാൻ. പിന്നെ ഈ ഡ്രസ് ഒന്നും ഇട്ടിട്ട് എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റും. ഡാൻസ് വേണോ പാട്ട് വേണോ? ഡാൻസ് വേണോ പാട്ട് വേണോ? ഡാൻസ്. അങ്ങനെയാണെങ്കിൽ ഡാൻസ് അല്ല, ഡാൻസ് വെച്ച് ചെയ്ത് ഞങ്ങൾക്കൊരു അടിപൊളി പാട്ട് ചെയ്ത് പ്ലേ ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു ചെറിയ ഡാൻസ് കളിക്കാൻ വരുന്നുണ്ടോ? അവിടെ ഡാൻസ് കളിക്കാൻ വരുന്നുണ്ടോ? നിർബന്ധിച്ചാൽ വരാന്നുണ്ട്. ഷോറൂമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ഒരുപാട് പുതിയ പ്രോഡക്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് കാണുന്നതിനും ഷോറൂം സന്ദർശിക്കുന്നതിനും വേണ്ടി ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം മാമിനെ ഷോറൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത്രയും പ്രോഡക്ട്സ് നമ്മളുടെ ട്രിവാൻഡ്രംകാർക്ക് വേണ്ടി, അതല്ലെങ്കിൽ അക്കുളംകാർക്ക് വേണ്ടി, അട്ടക്കുളങ്ങരക്കാർക്ക് വേണ്ടി അത് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരു വിശിഷ്ട വ്യക്തിയെ കൂടി ഈ ഒരു നിമിഷം വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വിവോ ഒഫീഷ്യലിന്റെ ബ്രാൻഡ് റീറ്റെയിൽ മാനേജറായ രമേശ് കൃഷ്ണ സാറിനെ ഏറെ ബഹുമാനത്തോടു കൂടി ഈ ഒരു നിമിഷം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വിശിഷ്ട വ്യക്തികൾ 3 പേരും നമ്മളോടൊപ്പം വേദിയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവരെ പോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ്. ഇത്രയും നാളും നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനെ കൂടി പ്രീ ബുക്ക് ചെയ്ത് വിവോ V40 ബുക്ക് ചെയ്ത് പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനെ കൂടി എനിക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം സന്തോഷ് സാറിനെ ഈ ഒരു നിമിഷം ഹൃദയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസത്തെ പ്രീ ബുക്ക് ചെയ്ത ആദ്യത്തെ കസ്റ്റമർ കൃഷ്ണ മാമിൽ നിന്നും പുതിയ ഫോൺ കൈപ്പറ്റുകയാണ്. വീഡിയോ എടുത്തോണ്ട് നിൽക്കാത്തവരെല്ലാവരും ഹൈ ഫ്രീ ആയിട്ട് അടുത്തതായിട്ട് ഈ ഒരു നിമിഷം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം നമ്മളോടൊപ്പം പ്രീ ബുക്ക് ചെയ്ത് ജോയിൻ ചെയ്തിട്ടുള്ള അനുരൂപ് സാറിനെ ഏറെ ഹൃദയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ഇന്നത്തെ ദിവസം നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത അരുൺ കുമാർ സാറിനെ വിവോ V40 കൈപ്പറ്റുന്നതിന് വേണ്ടിയിട്ട് ഏറെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
അരുൺകുമാർ സാറിനെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് യെസ്, 4 പേരാണ് നമ്മളോടൊപ്പം പ്രീ ബുക്ക് ചെയ്തിട്ട് അവരുടെ പുത്തൻ പുതിയ V40 ഫോണുമായിട്ട് ഇന്നത്തെ ദിവസം ജോയിൻ ചെയ്തിട്ടുള്ളത്. സോ ഒരു ബ്യൂട്ടിഫുൾ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി അപ്പോൾ വിവോ V40 ലോഞ്ച് ചെയ്തതിന്റെ സന്തോഷം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് കൃഷ്ണേന്ദു മാം ഇന്നത്തെ ദിവസം നമ്മളോടൊപ്പം ചാനലിൽ ഒരു പറവ് അധികം വരും. ഒരു താമരയിൽ 2 പറവ് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു താമര അധികം വരും. താമര 3 സമ്മാനം കൂടി വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സമ്മാനം സ്വീകരിക്കുന്നതിന് സന്തോഷം പങ്കുവയ്ക്കാനാണ് ഞാൻ രണ്ട് ദിവസം ചേർന്നിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ല ക്യാമറ സ്റ്റോറേജ്, ക്യാമറ ക്ലാരിറ്റി ഒക്കെ ആയിട്ട് വിവോ ഫോൺ ആവശ്യമാണ് ചെറിയ ടാക്സ് അപ്പോൾ വിവോ V40 സീരീസിന്റെ ലോഞ്ചൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. കറക്റ്റ് സമയം 6:45, 7 മണിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. 7:30 എത്താനാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇനി ബാക്കി സീൻ എടുക്കാൻ പോവാം. അങ്ങനെ എല്ലാം കഴിഞ്ഞു. പക്ഷെ വിവോന്റെ ഫോണിലെടുത്ത ഫോട്ടോസ് കൊള്ളാം കേട്ടോ. അതില് കണ്ടായിരുന്നു നീ? ഞാൻ 5 വർഷം ഉപയോഗിക്കുന്നത് വിവോയാണ് ഉപയോഗിക്കുന്നത്. ഈ 5 വർഷത്തിൽ നല്ലല്ലേ പറയുന്നത്? എടുക്കുന്ന സമയം 2 വർഷം വരെയും ഫോൺ നല്ല. അപ്പൊ ഗൈസ് നമ്മൾ ഇനി ലൊക്കേഷനിലോട്ട് പോകണം. കിഴങ്ങരുത് അല്ല, അവൻ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറയാണ്. അപ്പൊ അത് നമ്മള് വേണ്ടെന്ന് വിചാരിച്ചു. അല്ല, നല്ല ഫോണാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പോയിട്ട് ഫോട്ടോ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ എനിക്ക് തോന്നുന്നു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെ ഇതൊക്കെയാണെന്ന് തോന്നുന്നു. അത് കറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. ഇവിടെ ലൈറ്റ് ഒന്നുമില്ല. സിംഗിൾ ലൈറ്റ് എടുക്കുക. അപ്പോൾ നമ്മുടെ ലോഞ്ച് കഴിഞ്ഞു. ഞാൻ മൊബൈൽസിനെ കുറിച്ച് അധികം അറിയില്ലെങ്കിലും ഞാൻ അവിടെ ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ പറഞ്ഞായിരുന്നു എൻ്റെ ഫസ്റ്റ് ഫോണല്ല, എൻ്റെ ഒരു ലക്കി ഫോണാണത്. വിവോ V40 സീരീസ്. V40 വിവോ ബ്രാൻഡ് കൊള്ളാം, നല്ല അടിപൊളിയാണ്. നല്ല പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വിട്ടു. എനിക്ക് ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഡ്രസ്സ്. ഞാൻ സിമ്പിളായിട്ട് എന്തെങ്കിലും ഇടാന്ന് വിചാരിച്ചു. പക്ഷേ മറ്റേ അവാർഡ് കഴിഞ്ഞ് വരുന്ന ടൈമിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അബി മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞു, അസ്ത്രയിൽ പോയിട്ട് ഡ്രസ്സ് നോക്കിക്കോന്ന് പറഞ്ഞു. നല്ല അടിപൊളി. ഞാൻ കുറച്ചും കൂടി മുമ്പേ പരിചയപ്പെട്ട ആൾക്കാരായിരുന്നു. നല്ല കസ്റ്റമർ ഡീലിംഗ് ആണെങ്കിലും എല്ലാം. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള ഡ്രസ്സാണ്. ഒരു സ്കേർട്ടും ടോപ്പാണ് കേട്ടോ. അവിടെ ഒരു ക്രോപ്പ് ടോപ്പും സ്ലീവ്ലെസ് ആണത്. അപ്പം തന്നെ ഇത് കറക്റ്റ് സൈസ് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നും വന്നില്ല.
എനിക്ക് വേണ്ടി എന്റെ ദേഹത്ത് വെച്ച് തയ്ച്ചിട്ട പോലത്തെ ഒരു സംഭവം. ഇനി നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാതോട് കാതോർത്തല്ലേ ഒരു ഹെവി സീൻ എടുക്കാണ്ട് ഗൈസ്. ബൈ.